വല്ലാർപാടത്തു നിന്നാണ്. ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2023 ഓഗസ്റ്റിലാണ്. ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണം എൻ്റെ മമ്മിയാണ്. എൻ്റെ മമ്മി ഓൾറെഡി നേരത്തെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. മമ്മി ഇങ്ങനെ ഉടമ്പടിയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ മമ്മീനെ കളിയാക്കുമായിരുന്നു. അപ്പം മമ്മി എന്നോട് പറഞ്ഞു, നീ എടുത്ത് നോക്ക്, അപ്പം നിനക്കറിയാം അതെന്താണ്. അപ്പം ഞാൻ മമ്മി എന്നെ നിർബന്ധിച്ചത് കൊണ്ടിട്ട് ഞാൻ വന്ന് ഉടമ്പടി എടുത്ത്. മമ്മി ഇപ്പം നിർബന്ധിച്ച ഉടമ്പടി എടുത്തല്ലോ, അപ്പോൾ മൂന്ന് മാസം എങ്ങനെയെങ്കിലും ഉടമ്പടി ചെയ്യാം എന്നുള്ള ഇതിൽ ഞാൻ അങ്ങനെ 3 മാസം ഉഴപ്പി ഉടമ്പടിയൊക്കെ ചെയ്ത് തീർത്ത്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഉടമ്പടി പുതുക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മമ്മി ഇതിലൊക്കെ ചെയ്യുമ്പോൾ ഞാൻ മമ്മീനെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. അങ്ങനെ 2024 ഓഗസ്റ്റ് 6-ാം തീയതി എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ആ സ്പോട്ടിൽ തന്നെ എനിക്ക് ബോധം പോയി. അവർ വേഗം ഹോസ്പിറ്റലിലേക്ക് തന്നെ കൊണ്ടുപോയി. അപ്പോൾ എനിക്ക് ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ട്, സ്പൈനലിൽ ഇഞ്ചുറി ഉണ്ട്, അടിയിലേക്ക് ഇനി തളർന്നു പോവും, കിട്ടില്ല, ICU അഡ്മിഷൻ വേണം, എത്ര നാൾ ICU കിടക്കണം എന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മമ്മിയുടെ നിർബന്ധം കൊണ്ട് ഞാൻ മാതാവിൻ്റെ കാശുരൂപം എപ്പോഴും എൻ്റെ മാലയിൽ ഇടുമായിരുന്നു. അപ്പോൾ അവരെൻ്റെ ഡ്രസ്സും സാധനങ്ങളൊക്കെ മമ്മിയുടെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ എൻ്റെ ചോരയിൽ കുളിച്ച കാശുരൂപം മമ്മിയുടെ കയ്യിൽ കിട്ടി. മമ്മി ആ കാശുരൂപത്തിൽ പിടിച്ച് പറഞ്ഞു, മാതാവിൻ്റെ സംരക്ഷണം എൻ്റെ മോക്കുണ്ടെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, എനിക്ക് എൻ്റെ മോളെ തിരിച്ച് വേണം എന്ന് പറഞ്ഞിട്ട് മമ്മി എപ്പോഴും പ്രാർത്ഥിച്ച്. അങ്ങനെ മമ്മി ആ രാത്രി ഫുള്ള് ഉറങ്ങിയിട്ടേ ഇല്ല. മമ്മി കാശുരൂപം വെച്ചിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം വൈകിട്ട് മമ്മി എന്നെ കാണാനായിട്ട് ICUയിൽ വരുമ്പോൾ എനിക്ക് ബോധം വന്നിട്ടുണ്ട്. ഞാൻ കണ്ണുറന്ന് മമ്മീൻ്റെ അടുത്ത് സംസാരിച്ച്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്ത്. 4 ദിവസം കഴിഞ്ഞപ്പോൾ അവരെന്നെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. ഈ ആക്സിഡൻറ്റ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഭയങ്കര മറവിയായിരുന്നു. ഞാൻ ഒരു സാധനം എവിടെയെങ്കിലും വെച്ചാൽ എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഭയങ്കര മറവിയായിരുന്നു. ഞാനൊരു നേഴ്സാണ്. അപ്പോൾ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ എനിക്ക് പല കാര്യങ്ങളും ഓർമ്മയുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇത് മമ്മീൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ മമ്മി എന്നോട് പറഞ്ഞ്, മോള് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഉടമ്പടി തൈലം തലയിൽ നെറ്റിയിൽ തേച്ച് കുരിശ് വരച്ചിട്ട് പ്രാർത്ഥിക്കുക, ജോലിക്ക് മാതാവ് കൂടെ വരും എന്ന് പറഞ്ഞു. അപ്പം അപ്പോഴും എനിക്കങ്ങനെ വലിയ വിശ്വാസം ഒന്നും അപ്പോഴും ഉണ്ടായിരുന്നില്ല. പിന്നെ മമ്മി പറഞ്ഞല്ലേ എന്ന് ഓർത്തിട്ട് ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു. പക്ഷേ മമ്മി പറഞ്ഞത് ഞാനങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ മാതാവ് വരുന്നുണ്ടെന്നുള്ളൊരു ഫീലിംഗ് എനിക്കുണ്ടായി. എനിക്ക് ഓർമ്മക്കുറവോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പിന്നെ ഉണ്ടായിരുന്നേ ഇല്ല. അങ്ങനെയാണ് എനിക്കിതിലേക്ക് വിശ്വാസം വന്നു തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ നാളായി പുറത്തേക്ക് പോകാനുള്ള ഓരോ എക്സാമുകൾ ഇങ്ങനെ നോക്കുന്നത്. എനിക്ക് എന്ത് ചെയ്യണം, എവിടെ തുടങ്ങണം ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ആദ്യം സൗദിക്ക് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് പ്രോമെട്രിക്ക് പഠിക്കാൻ ചേർന്നു. അത് ഞാൻ പാതി വഴിക്ക് ഡ്രോപ്പ് ചെയ്ത്. OET ചേർന്നു, അത് ഞാൻ പാതി വഴിക്ക് ഡ്രോപ്പ് ചെയ്ത്. എവിടെ എന്ത് സ്റ്റാർട്ട് ചെയ്യണം, എവിടെ എന്ത് പഠിക്കണം ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഒരു ട്യൂസ്ഡേ ഞാനിവിടെ വന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച്, മാതാവ് എനിക്കൊരു വഴി കാണിച്ച് ഞാൻ എന്താ പഠിക്കേണ്ടത്, ഞാൻ എവിടെയാണ് പോകേണ്ടത്, ഏത് രാജ്യത്തേക്കാണ് ഞാൻ പോകേണ്ടത്, എനിക്ക് ഒന്നും അറിഞ്ഞൂടെ, എനിക്ക് ഒരെണ്ണം കാണിച്ചതാന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ പോയി. അന്ന് വൈകിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു, നമുക്ക് DHA പഠിക്കാടി, നമുക്ക് ഇപ്പോൾ ദുബായിക്ക് ഭയങ്കര ഓപ്പണിംഗ് ഉണ്ട്, മറ്റുള്ള കൺട്രീസിനേക്കാളും കൂടുതലെല്ലാം ഇപ്പോൾ ദുബായിലുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് മാതാവിനോട് ചോദിച്ചു. ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്ക് കിട്ടുമോ, എനിക്കൊരു വഴി കാണിച്ചതാ. ആ സമയത്ത് എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല DHA പഠിക്കാനായിട്ടൊന്നും. എവിടെ നിന്നാണ് ഞാൻ പൈസ ഈടാക്കുക ഒന്നും എനിക്കറിയില്ല, എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മമ്മീൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോഴത്തേക്കും മമ്മിയുടെ സിസ്റ്റർ എനിക്ക് DHA പഠിക്കാനുള്ള പൈസ തന്നു. അങ്ങനെ ഞാൻ DHA പഠിക്കാൻ ചേർന്നു. ഓഗസ്റ്റ് 27-നായിരുന്നു ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്തത്. ഓഗസ്റ്റ് 23-ന് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ എനിക്ക് കാശുരൂപമൊക്കെ തന്നു, പ്രാർത്ഥിച്ചു. അങ്ങനെ ഓഗസ്റ്റ് 27-ാം തീയതി എക്സാമിന് ഞാൻ പോയി. അപ്പോൾ എക്സാമിന് പോകാൻ നേരത്ത് ഇവിടെ നിന്ന് അച്ഛൻ തന്ന കാശുരൂപവും ഉപ്പും കൊണ്ടാണ് ഞാൻ പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴേക്കും എക്സാമിനർ പറഞ്ഞു, ഉപ്പ് കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനെന്നാൽ ഉപ്പ് കയ്യിലുണ്ടായി ഉപ്പ് ഞാൻ കഴിച്ചു. എന്നിട്ട് ഞാൻ എക്സാം ഹാളിൽ കയറി സ്ക്രീനിലേക്ക് നോക്കി ക്വസ്റ്റ്യൻസ് വായിച്ചപ്പോഴേക്കും ഞാൻ അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. കാരണം എനിക്കറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ പോലും അതിൻ്റെ അകത്തില്ല. ഞാൻ അവിടെ ഇരുന്ന് കരച്ചിലായി. എന്നിട്ട് ഞാൻ ഇരുന്ന് വിശ്വാസപ്രമാണം ചൊല്ലി കുറേ നേരം ഇങ്ങനെ ഇരുന്ന് വിശ്വാസപ്രമാണം ചൊല്ലി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കൈയൊക്കെ ഇരുന്ന് വേർക്കാൻ തുടങ്ങി. മൗസിൽ ഞാനിങ്ങനെ കൈ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ കൈ ഇരുന്ന് വേർക്കാൻ തുടങ്ങി. എനിക്ക് ഉള്ളിൽ നിന്ന് ആരോ ഉത്തരം പറഞ്ഞു തരുന്ന പോലെ. അങ്ങനെ ഞാൻ എക്സാം എഴുതി. അത് കഴിഞ്ഞ് ശരിക്കും DHA പാസ്സാവാനായിട്ട് 4 മൊഡ്യൂളുണ്ട്. 4 60% വേണം. 2 ദിവസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു. ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ട് റിസൾട്ട് നോക്കി.
എനിക്ക് കറക്റ്റ് 4നും 60% തന്നു മാതാവ് എന്നെ എക്സാം പാസ്സാക്കി. ദുബായിലേക്ക് പോകാനായിട്ട് നമ്മൾ ശരിക്കും വിസിറ്റിംഗ് വിസ എടുത്ത് അവിടെ പോയിട്ട് വേണം ജോലി കണ്ടുപിടിക്കാൻ. നമുക്ക് നാട്ടിൽ നിന്നേ ജോലിയായി ദുബായിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇവിടുന്ന് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് ഇവിടെ നിന്നേ ജോലി വേണം, എനിക്ക് ജോലി കിട്ടിയിട്ടേ ഞാൻ പോവുള്ളൂ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ഇതാക്കി ഇങ്ങനെ ഞാൻ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ യൂണിറ്റ് മാനേജർ എനിക്കൊരു നമ്പർ തന്നു, ഡോക്ടർ ജോസഫിൻ്റെ. ഞാനപ്പോൾ ഈ സാറിനൊന്ന് പുള്ളിക്കാരൻ അവിടെ, ഞാൻ ട്രാൻസ്പ്ലാന്റ് യൂണിറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ പുതിയൊരു ട്രാൻസ്പ്ലാന്റ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അവർക്കവിടെ സ്റ്റാഫിനെ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ ഇതാക്കി സാറിന് എൻ്റെ CV ഒക്കെ അയച്ചു കൊടുത്തു. അന്ന് സാറ് പറഞ്ഞു, ഞാൻ ഇത് ഹോസ്പിറ്റൽ HR കൊടുത്തേക്കാം, അവർ നിന്നെ കോൺടാക്ട് ചെയ്തോളും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സെപ്റ്റംബറിലൊക്കെ ആയപ്പോഴേക്കും എൻ്റെ CV കൊടുത്തു. ഒരു അനക്കവും ഇല്ല. ഞാൻ മാതാവിനോട് എനിക്ക് ഒക്ടോബർ ലാസ്റ്റിന് മുമ്പ് എനിക്ക് എന്തെങ്കിലും ഒരു തീരുമാനമാക്കി തരണം എന്ന് പറഞ്ഞു. ഒക്ടോബർ 24 എനിക്ക് ഇൻ്റർവ്യൂ കോൾ വന്നു. ഇൻ്റർവ്യൂ ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു, ഭയങ്കര പാടായിരുന്നു. രണ്ടാമത്തെ സെക്ഷൻ ആയപ്പോഴേക്കും ഞാൻ മാതാവിൻ്റെ കാശുരൂപം കൈ പിടിച്ചിട്ട് പറഞ്ഞു, മാതാവ് എന്നിലൂടെ എനിക്ക് സംസാരിക്കണം, എനിക്ക് വേണ്ടി അമ്മ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു. വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ അവിടെ ഇരുന്നു. അവർ വിളിച്ചു, അവരെന്നോട് ആകെ ഒരു ക്വസ്റ്റ്യനേ ചോദിച്ചുള്ളൂ. അത് കഴിഞ്ഞാൽ ഓക്കെ ബൈ എന്ന് പറഞ്ഞു പോയി. അപ്പോൾ ഞാൻ ഓർത്ത് ഇത് പോയി, ഇത് കിട്ടില്ല എന്ന് ഞാനിങ്ങനെ ഓർത്ത്. അങ്ങനെ ഞാൻ പള്ളിയിലേക്ക് പോയി. പള്ളിയിൽ കഴിഞ്ഞ് വന്നപ്പോഴേക്കും അവിടെ നിന്ന് HR നിന്ന് വിളിച്ചു, എൽസ യു ആർ സെലക്റ്റഡ്. എൽസയ്ക്ക് ഇപ്പം നാട്ടിൽ സാലറി എത്രയാണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ സാലറി പറഞ്ഞു. അപ്പോൾ അവർ എന്നോട് ഞാൻ മാതാവിനോട് ചോദിച്ചിരുന്നത് എനിക്ക് 1 ലക്ഷം രൂപ സാലറിയുള്ള ജോലി വേണം എന്നായിരുന്നു. അങ്ങനെ അവരെനിക്ക് ഓഫർ ലെറ്റർ പിറ്റേ ദിവസം അയച്ചു. എനിക്ക് 1,75,000 രൂപ സാലറി പാക്കേജുള്ള വിത്ത് അക്കോമഡേഷനുള്ള സാലറി പാക്കേജുള്ള ജോലി മാതാവ് എനിക്ക് തന്നു. അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് എൻ്റെ പ്രോസസ്സിങ്, എൻ്റെ ഡാറ്റ ഫ്ലോ എല്ലാം ഞാൻ സൗദിക്ക് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് ദുബായിലേക്ക് ഞാൻ കൺവേർട്ട് ചെയ്തു. ഇപ്പോൾ എനിക്കിപ്പോൾ ജോലി കിട്ടിയത് ഷാർജയ്ക്കാണ്. അപ്പോൾ എൻ്റെ ഇതെല്ലാം ഷാർജ പ്രോസസ്സിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യണം. ദുബായിയുടെ പ്രോസസ്സിങ് ഞാൻ പാതി ചെയ്ത് വെച്ചേക്കണേന്. മൊത്തത്തിലൊരു ഇതായിട്ട് നിൽക്കുന്ന സമയത്താണ് എനിക്കിത് കിട്ടുന്നത്. ഞാൻ അധികം ടെൻഷനൊന്നും ആയില്ല. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് തന്നെ എൻ്റെ പ്രോസസ്സിങ് എല്ലാം മുമ്പോട്ട് പോയി. അങ്ങനെ ഓഗസ്റ്റിൽ എടുത്ത ഉടമ്പടി ഡിസംബറിൽ പുതുക്കണമായിരുന്നു, ഞാൻ പുതുക്കിയില്ല. ഡിസംബർ പകുതി ആയപ്പോഴേക്കും എൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ ഭയങ്കരമായിട്ടും പിന്നെ സ്ലോ ആവാൻ തുടങ്ങി. ഞാനപ്പോൾ ഓർത്തത് എന്താ സ്ലോ ആവുന്നത്, എനിക്ക് മനസ്സിലാവുന്നുണ്ടായില്ല. അങ്ങനെ ഗുഡ് സ്റ്റാൻഡിങ്ങിന് അപ്ലൈ ചെയ്തു. 15 ദിവസം കൊണ്ട് വരേണ്ട ഗുഡ് സ്റ്റാൻഡിങ് 1 മാസമായി 2 മാസമായി എനിക്ക് കിട്ടുന്നില്ല. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ നിന്ന് പറഞ്ഞത്, നീ ഉടമ്പടി പുതുക്കിയോ? ഞാൻ ഇല്ല. അങ്ങനെ ഞാൻ ജാനുവരി 2 വന്ന് ഉടമ്പടി പുതുക്കി. ജാനുവരി 5 എൻ്റെ ഗുഡ് സ്റ്റാൻഡിങ് വന്നു. അങ്ങനെ ഇതെല്ലാം ഡാറ്റ ഫ്ലോയിലേക്ക് ആഡ് ചെയ്യാൻ 15 ദിവസം എടുക്കും. അങ്ങനെ ഡാറ്റ ഫ്ലോയിലേക്ക് ഇതെല്ലാം ആഡ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് വരുന്നില്ല എനിക്ക്. അങ്ങനെ ജാനുവരി 30 ആയപ്പോഴേക്കും എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു. ഒക്ടോബറിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതാണ്, ഇത്രയും മാസമായിട്ടും എൽസയ്ക്ക് ഇവിടെ വരാൻ പറ്റിയില്ലേ, ലാസ്റ്റ് ഡേറ്റ് പറയണം, എന്നാണ് വരാൻ പറ്റുന്നത്, എന്തിനുള്ളിൽ വരാൻ പറ്റും എന്ന് അങ്ങനെ പറയാം. ഞാനിങ്ങനെ ഇരുന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച്, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ച്, മാതാവ് എനിക്കൊരു ഡേറ്റ് പറഞ്ഞു താ, ഞാൻ ഏത് ഡേറ്റ് അവരോട് പറയേണ്ടതെന്ന്. മാതാവ് എൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞു ഫെബ്രുവരി 10 മുമ്പ് വരും എന്ന് പറയാനായിട്ട്. അങ്ങനെ ഫെബ്രുവരി 10 ഞാൻ അവരോട് പറഞ്ഞു. ആ സമയത്ത് എൻ്റെ ഡാറ്റ ഫ്ലോ ഒന്നും വന്നിട്ടില്ല ശരിക്കും. അന്ന് വൈകിട്ടായപ്പോഴേക്കും എൻ്റെ ഡാറ്റ ഫ്ലോ വന്നു. അങ്ങനെ ഞാൻ ദുബായ് ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി കൊടുത്തു. ശരിക്കും ഒരാഴ്ചക്കുള്ളിൽ ഒരാഴ്ചയാണ് ദുബായ് ലൈസൻസ് ആവാൻ എടുക്കുന്നത്. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഞാനത് സബ്മിറ്റ് ചെയ്തു. എനിക്ക് 1 ദിവസം കൊണ്ട് ദുബായ് ലൈസൻസ് ആയി. അത് കഴിഞ്ഞിട്ട് ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ കൊടുത്തത് ഇതുപോലെ തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ കൊടുത്തത്. 2 ദിവസത്തിനുള്ളിൽ എനിക്ക് വിസ വന്നു. ഞാൻ ഈ 6 തീയതി ഞാൻ പോണേണ് ഷാർജയ്ക്ക്. എനിക്ക് ഇത്രയും ചെയ്തു തന്നത് എൻ്റെ മാതാവിൻ്റെ മാധ്യസ്ഥം കൊണ്ടാണ് എനിക്കിതെല്ലാം കിട്ടിയത്. എൻ്റെ വിശ്വാസം മാതാവ് ഒരുപാട് വളർത്തി. എനിക്ക് ഒട്ടും വിശ്വാസം ഉണ്ടായിരുന്നില്ല ഇതിൽ. പക്ഷേ എൻ്റെ മമ്മിയുടെ ഇത് നിർബന്ധം കൊണ്ട് ഉടമ്പടി എടുത്ത ഞാനിപ്പോൾ മാതാവിൽ ഭയങ്കരമായിട്ട് എൻ്റെ വിശ്വാസം ഭയങ്കരമായിട്ട് ഉറപ്പിച്ച് എനിക്ക് വേണ്ടി സഞ്ചാരി മാതാവ് എനിക്ക് മുമ്പേ പോയി എല്ലാം ചെയ്തു തന്ന മാതാവിന് ഒരുപാട് നന്ദി. ഞാൻ ഇവിടുന്ന് കിട്ടുന്ന പത്രം ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ കൊടുക്കുമായിരുന്നു. പിന്നെ ക്രിട്ടിക്കലായിട്ടുള്ള പേഷ്യൻസിനൊക്കെ തൈലം പൂശി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ പേഷ്യൻസ് നമ്മളോട് സങ്കടം പറയുമ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുക, മാതാവ് എല്ലാം ചെയ്ത് തരും, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ പറ്റാവുന്ന പോലെ ഞാൻ കുർബാനയ്ക്ക് പോകും, ബൈബിൾ വായിക്കും, അങ്ങനത്തെ കാര്യങ്ങൾ.